വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്ന് പ്യുവർ ഷിഫോൺ സാരീസാണ്, ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കിൽ വരുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. നല്ല എലഗൻറ്റ് സാരീസ് ആട്ടോ. എല്ലാം നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. clouddesigns.com ആണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. വെബ്സൈറ്റ് ത്രൂ എല്ലാവർക്കും സാരീസ് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. എല്ലാ ദിവസവും രാവിലെ 10:30 നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. സെയിം ടൈം തന്നെയായിരിക്കും വെബ്സൈറ്റിലും സാരീസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കാണാം. ഇന്നത്തെ പ്യുവർ ഷിഫോൺ കളക്ഷൻസിൽ ഫസ്റ്റ് സാരി വരുന്നത് ബേബി പിങ്ക് ആണ്. സാരിയുടെ കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ് ഷെയ്ഡ്. ത്രൂ ഔട്ട് ദ ബോഡി വരുന്നതും എംബ്രോയിഡറി വർക്ക് ആട്ടോ. സെൽഫ് കളർ എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതിലൊരു പേർപ്പിൾ ടോണിലുള്ള എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. സാരിയിൽ ഒരു 6 ആക്ട് പാറ്റേണിലാണ്, ഒരു വേവി ഡിസൈനിലാണ് ഹൊറിസോണ്ടലായിട്ട് ത്രെഡ് വർക്ക് വരുന്നത് സാരിയുടെ ബോഡിയിൽ. ഫുൾ സാരി കൂടാതെ സെയിം ടോണിൽ തന്നെയാണ് ലേസും വരുന്നുണ്ട് ബോർഡറിൽ. ഈ ഒരു പാറ്റേണിലാട്ടോ വർക്ക് വരുന്നത് സാരിയിൽ. സെയിം കളറാണ് ഈ ഒരു ഏരിയ വരുന്നത്. ബേബി പിങ്കിൽ തന്നെയാണ് മിഡിലിൽ വരുന്നത് ത്രെഡ് വർക്ക്. ഈ ഒരു ഏരിയ സെയിം ടോണിൽ തന്നെ ആയിരിക്കും. ക്ലോസ് വ്യൂ ഇങ്ങനെ വരും. ഇതിൽ ഔട്ട്ലൈൻ ആയിട്ട് വരുന്നത് പേർപ്പിളാണ്. പേർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ ആണ് ഈ ഒരു കളർ വരുന്നത്. മിഡിലിൽ വരുന്നത് സെയിം ടോൺ തന്നെയാണ് കേട്ടോ. ബേബി പിങ്ക് തന്നെയാണ് വർക്ക് വരുന്നത് സാരിയിൽ. ബോർഡർ വരുന്നത് ലേസാണ്. സെയിം ഷെയ്ഡിൽ തന്നെയുള്ള ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ലേസ് വർക്കാണ് ബോർഡറായിട്ട് വരുന്നത് സാരിക്ക്. എൻറ്റയർ ബോഡി വരുന്നത് ഈ ഒരു പാറ്റേൺ തന്നെ കേട്ടോ. നമ്മൾ പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഹാഫ് ആയിരിക്കും വർക്ക് വരുന്നത്, മുകൾ ഭാഗം പ്ലെയിൻ ആയിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഫുൾ ഇങ്ങനെയാണ് വരുന്നത് പാറ്റേൺ വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് വരുന്നത് സാരി. ഞാനിപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയാണ് സാരി പെയർ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിലും ഇതിനും റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. നല്ല സഫീഷ്യൻ്റ് ആയിട്ട് 1 മീറ്റർ ലെങ്ത്തിൽ ഫുൾ ഈ ഒരു വർക്ക് തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിലും വരുന്നത്. അത് നമ്മൾ കുറച്ചൊരു ലെങ്തി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ലെയറിലും വെയർ ചെയ്യാം സാരി. അതല്ലെങ്കിൽ നമുക്ക് ഡബിൾ പ്ലീറ്റ് എടുത്തും വെയർ ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആണ്. പ്യുവർ ഷിഫോൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ത്രെഡ് വീവ് പാറ്റേൺ ആണ്, എംബ്രോയിഡറി വർക്കാണ് സാരിയുടെ ബോഡി വരുന്നത്. 6 ആക്ട് വേവി പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയുടെ ബോഡിയിൽ. ഇതിലും ഗ്രീൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടോണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഫുൾ സാരി വർക്കിൽ തന്നെയാണ് വരുന്നത്. എഡ്ജിൽ ലേസ് വർക്കാണ് വരുന്നത് സാരിയുടെ എഡ്ജിൽ വരുമ്പോൾ. ഇതാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക സാരി. ഈ ഒരു പാറ്റേൺ കേട്ടോ. ഒരു ടീൽ ഗ്രീൻ ആണ്. ടീൽ ഗ്രീൻ ഷെയ്ഡിലാണ് ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത്. സാരിയുടെ കളർ വരുന്നത് നല്ലൊരു വലിയ ഗ്രീനാണ്. എൻറ്റയർ സാരി സെയിം പാറ്റേൺ. റണ്ണിങ് മുന്താണിയാണ് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു. മുന്താണിയുടെ എൻഡിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ വർക്ക് വരുന്നത്, ത്രെഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ പ്ലെയിനാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ സാരിയിലുള്ള അതേ ഒരു വർക്ക് സ്ലീവിൽ വരുന്നുണ്ട്, ബോർഡറിൽ വരുന്നുണ്ട്. പീച്ച് കളറാണ്, നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് നെക്സ്റ്റ് ഷിഫോൺ സാരി വരുന്നത്. ഇതിലും എംബ്രോയിഡറി വർക്ക് തന്നിട്ടുണ്ട്. ഇതിൽ വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത് പീച്ച് വരുന്നുണ്ട്. പീച്ച് ആൻഡ് ഒരു ഡാർക്ക് ചിക്കു ആണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഡിസൈനും സെയിം തന്നെ കേട്ടോ. 6 ആൻഡ് വേവി ഡിസൈനിലാണ് എൻറ്റയർ ബോഡി വരുന്നത് സാരിയിൽ. എല്ലാ സാരീസിനും സെയിം ടോണിൽ തന്നെയാണ് ലേസ് വരുന്നത് കേട്ടോ, ബോർഡറിൽ വരുന്നത്. ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. വർക്കിൻ്റെ മിഡിലിൽ വരുന്നത് പീച്ച് തന്നെയാണ്. പീച്ചിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കും. ഔട്ട്ലൈൻ വരുന്നത് ഒരു ജാൽ ഡിസൈനിൽ ഡാർക്ക് ചിക്കുവാണ് ഔട്ട്ലൈൻ വരുന്നത്. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെയായിരിക്കും. എഡ്ജിൽ ലേസ് വർക്കാണ് വരുന്നത്. മുന്താണി വരുന്നത് റണ്ണിങ് മുന്താണിയാണ്. ഫുൾ എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസ് മെറ്റീരിയലിൻ്റെ സ്ലീവിലും ബോഡിയിലുള്ള അതേ വർക്കാട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. ഈ ഒരു എൻഡിൽ വരുമ്പോൾ ഫുൾ വർക്കാണ് വരുന്നത്. പേസ്റ്റൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ഷിഫോൺ സാരി വരുന്നത്. ഒരു അക്വാ ബ്ലൂ ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഇതിലും ഫുൾ ബോഡി എംബ്രോയിഡറി വർക്ക് തന്നെ സാരിയിൽ വരുന്നത്. ഇതിൻ്റെ വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ തന്നെയാണ്. ബ്ലൂവിൻ്റെ തന്നെ 2 ടോണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതിൻ്റെ എഡ്ജിൽ വരുമ്പം ലേസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സൈഡിലും ഫുൾ ബോഡി എൻറ്റയർ ബോഡിയും വരുന്നത് ക്രൂഷ്യൂ ലേസ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വർക്ക് ഇങ്ങനെ കേട്ടോ, സെയിം പാറ്റേൺ തന്നെയാണ്. ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നത്. ഡബിൾ ടോണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ, ബ്ലൂവിൻ്റെ തന്നെ. ഒരു 6 ആക്ട് പാറ്റേണിൽ ഒരു വേവി ഡിസൈനിലാണ് ഫുൾ ബോഡി വരുന്നത് സാരിയിൽ. ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ. റണ്ണിങ് മുന്താണിയാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലും സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നുണ്ട് ബ്ലൗസിൻ്റെ സ്ലീവിൽ. അടുത്ത കളർ വരുന്നത് ചിക്കു ഷെയ്ഡിനാണ്. പ്യുവർ ഷിഫോൺ സാരി. എൻറ്റയർ ബോഡി വരുന്നത് എംബ്രോയിഡറി വർക്ക് ആട്ടോ. ഇതിലും പാറ്റേൺ സെയിം തന്നെയാണ്. ഡിസൈൻ മാറുമ്പോൾ ഞാൻ പറയാം. ഇതെല്ലാം സെയിം പാറ്റേണിൽ തന്നെ കളർ ചേഞ്ചിൽ വരുന്ന സാരീസാണ്.
സിക്സ് ആക്ട് പാറ്റേണിൽ ഒരു ബേബി ഡിസൈനിലാണ് ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് എൻറ്റയർ ബോഡി വരുന്നത് സാരിയിൽ. ഇതിൻ്റെ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത് കേട്ടോ. സെയിം ടോണിൽ തന്നെ ഡാർക്ക് ചിക്കുവിലുള്ള ത്രെഡ് വർക്കും അതിന് ഔട്ട്ലൈനായിട്ട് ഫ്ലോറൽ ജാൽ ഡിസൈൻ വരുന്ന ഒരു ടോൺ ലൈറ്റർ ആയിട്ടുള്ള ത്രെഡ് വർക്കിലാണ്. സെയിം ഷെയ്ഡിൽ തന്നെ ചിക്കു ഷെയ്ഡിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസാണ് ഫുൾ ബോഡിയിലും അറ്റാച്ച് ചെയ്തത്. എഡ്ജ് വരുന്നത് ക്രോഷ്യോ ലേസ് ആയിരിക്കും, ബോഡി ഫുൾ വരുന്നത് എംബ്രോയിഡറി വർക്കാണ്. ഈ ഒരു സാരിയുടെ സ്റ്റൈൽ ഇങ്ങനെ വരും. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ വിത്ത് ബോർഡറാണ്. സ്ലീവിൻ്റെ ബോർഡറിലും ഈ ഒരു സിക്സ് ആക്ട് പാറ്റേണിലുള്ള വർക്ക് വരുന്നുണ്ട്. അടുത്ത കളർ വരുന്നത് ലൈലാക്കാണ് സാരിയുടെ ഷെയ്ഡ്. ലൈലാക്കിലും ലാവൻഡർ ആൻഡ് ലൈലാക്കാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ കേട്ടോ. ഇതിനും ലാവൻഡർ ഷെയ്ഡിലാണ് ക്രോഷ്യോ ലേസ് വരുന്നത്, ബോർഡറിൽ വരുന്നത്. ബോഡി വരുന്നത് ഫുൾ സാരി എംബ്രോയിഡറി വർക്കിൽ ഈ ഒരു രണ്ട് കോമ്പിനേഷനിലാണ്. ഓരോ വർക്കിൻ്റെ മിഡിൽ ഏരിയ വരുന്നത് ലൈലാക്കാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിൻ്റെ ഔട്ടർ ഏരിയ വരുമ്പോൾ ലാവൻഡറാണ്. ഇതായിരിക്കും വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഈ ഒരു സിക്സ് ആക്ട് പാറ്റേണിലുള്ള വർക്കാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. അടുത്ത കളർ വരുന്നത് വീണ്ടും ബേബി പിങ്ക് തന്നെ സാരിയുടെ കളർ വരുന്നത്. പേസ്റ്റൽ പിങ്ക് ആണ്. ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ സാരി. ഇതിലൊരു സർക്കുലർ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. സെയിം ടോണിൽ തന്നെ ബേബി പിങ്കിൽ തന്നെയാണ് സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നത് സാരിയുടെ ബോഡിയിൽ. ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ഇതിന് പൈപ്പിംഗ് തന്നെയാണ് വരുന്നത്. സെയിം ടോണിലുള്ള ബേബി പിങ്കിലുള്ള പൈപ്പിംഗ് വരുന്നുണ്ട്. ഇതായിരിക്കും കേട്ടോ വർക്ക് വരുന്നത് സാരിയിൽ ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഫുൾ ഈ ഒരു സ്റ്റൈലിൽ ഇത് ഫുൾ ബോഡിയിലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് സർക്കുലർ മോട്ടീവ്സ് വരുന്നുണ്ട്. മുന്താണി വരുമ്പോൾ ഇതിൽ കട്ട് വർക്കാണ് സാരിയുടെ പല്ലു വരുന്നത്. സർക്കുലർ പാറ്റേൺ തന്നെ ആയിരിക്കും മുന്താണിയിൽ വരുന്നത്, പക്ഷേ അതിൽ കട്ട് വർക്ക് ഡിസൈൻസാണ് വരുന്നത് സാരിയിൽ. ഇതാണ് പല്ലു വരുന്നത്. ബോഡിയിലെ അതേ എംബ്രോയിഡറി വർക്കും അതിൻ്റെ മിഡിലിൽ വരുമ്പോൾ കട്ട് വർക്കാണ് വരുന്നത് സാരിയിൽ. ഫുൾ സാരി സെയിം കളറിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ ലുക്കാണ് സാരിക്ക് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടല്ല വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കും പല്ലു വരുമ്പോൾ കട്ട് വർക്കിലാണ് വരുന്നത്. സെയിം ടോൺ ടാസൽസ് ആയിരിക്കും എൻഡിൽ വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഒരു പോൾക്കാ ഡിസൈനിലാണ്. ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ ഒരു എംബോസ്ഡ് എംബ്രോയിഡറി വർക്കിൻ്റെ പോൾക്കാ ഡോട്ടിലാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സാരിക്ക്. അടുത്ത കളർ വീണ്ടും പേസ്റ്റൽ ഗ്രീൻ തന്നെയാണ് സാരി വരുന്നത്. ഇതും കട്ട് വർക്ക് പാറ്റേണിലാണ്. മുന്താണി വരുമ്പോൾ കട്ട് വർക്ക് ഡിസൈൻസ് വരും. ബോഡി ത്രൂ ഔട്ട് വരുന്നത് സർക്കുലർ പാറ്റേണിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ പേസ്റ്റൽ ഗ്രീനിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. മുന്താണിയിൽ കുറച്ചൊരു വലിയ മോട്ടീവ്സാണ് വരുന്നത്. അതിൻ്റെ മിഡിൽ വരുമ്പോൾ കട്ട് വർക്കാണ് വരുന്നത്. നല്ലൊരു ഗ്രീനാട്ടോ, ഒരു ആപ്പിൾ ഗ്രീനും ഒരു ഒലിവ് ഗ്രീനും കൂടി ചേർന്ന് വരുന്നൊരു കളറിലാണ് കട്ട് വർക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരി. ഇതായിരിക്കും വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക. എഡ്ജിൽ പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ സാരിക്ക്. പല്ലു വരുന്നത് സെയിം കളറിലുള്ള ടാസിൽസ് ആയിരിക്കും എൻഡിൽ വരുന്നത്. ഈ ഒരു ഏരിയ വരുമ്പോൾ കട്ട് വർക്കിലാണ് മുന്താണിയുടെ എൻഡ് വരുന്നത്. റണ്ണിങ് ബ്ലൗസാണ്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞത് തെറ്റിപ്പോയി. പോൾക്കാ ഡോട്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സാരിക്ക്. പോൾക്ക അല്ല വരുന്നത്, ട്രയാങ്കിൾ മോട്ടീവ്സ് ആണ് ഫുൾ സാരിയിലും എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. സെയിം കളറിൽ തന്നെ പേസ്റ്റൽ ഗ്രീനിൽ ട്രയാങ്കിൾ മോട്ടീവ്സിൻ്റെ എംബ്രോയിഡറി വർക്കിലാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ. സർക്കുലർ മോട്ടീവ്സ് തന്നെ കേട്ടോ ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത് സാരിയിൽ. എംബ്രോയിഡറി വർക്കായിട്ട് വരുന്നത് സർക്കുലർ മോട്ടീവ്സും. പല്ലു വരുമ്പം കട്ട് വർക്കിലാണ് മുന്താണി വരുന്നത് സാരിയുടെ. ഫുൾ സാരി ഇങ്ങനെ വരുന്നുണ്ട്. പൈപ്പിംഗ് വരുന്നുണ്ട്. പീച്ചിൽ തന്നെയാണ് പൈപ്പിംഗ് വരുന്നത് സാരിക്ക്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോഴാണ് കട്ട് വർക്ക് പാറ്റേൺ വരുന്നത് സാരിയുടെ. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു ഡിസൈനാണ് കട്ട് വർക്ക് വരുന്നത് സാരിയിൽ. ബോഡിയിൽ മോട്ടീവ്സ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത് സാരി. ക്ലോസർ വ്യൂവിൽ വരുമ്പോൾ ചിലപ്പം കളർ വേരിയേഷൻസ് വരാം കേട്ടോ. ലോങ്ങർ ഷോട്ടിലുള്ളതാണ് എക്സാക്റ്റ് കളർ വരുന്നത്. നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് കളർ വരുന്നത്. റണ്ണിങ് മുന്താണി സെയിം ടോണിൽ തന്നെ എനിക്ക് ടാസിൽസ് വരുന്നത്. ട്രയാങ്കിൾ മോട്ടീവ്സിൽ എംബ്രോയിഡറി വർക്കിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഫുൾ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട്. സ്മോൾ ട്രയാങ്കിൾ മോട്ടീവ്സാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. അടുത്ത കളർ വരുന്നത് വീണ്ടും ബ്ലൂ തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. ഫുൾ ബോഡി സർക്കുലർ എംബ്രോയിഡറി വർക്ക് കേട്ടോ സാരിയുടെ ബോഡിയിൽ വരുന്നത്. മുന്താണിയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സാരിക്ക് പക്ഷേ കട്ട് വർക്ക് അല്ല വരുന്നത്, ത്രെഡ് വർക്ക് തന്നെയാണ് സാരിയുടെ പല്ലുവിൽ വരുന്നത് കേട്ടോ. ബിഗർ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത് സാരിയിൽ, പക്ഷേ കട്ട് വർക്ക് പാറ്റേണിലല്ല വരുന്നത്. നല്ല കളർ, നല്ലൊരു കളറാട്ടോ വരുന്നത്. നമുക്ക് എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും നന്നായിട്ട് ഇണങ്ങുന്ന ഒരു കളറാണ് ഈ ഒരു ബ്ലൂ. എംബ്രോയിഡറി വർക്ക് വരുന്നത് സർക്കുലർ മോട്ടീവ്സ് തന്നെയായിരിക്കും സാരിയുടെ ബോഡിയിൽ വരുന്നത്.
ഇതായിരിക്കും കേട്ടോ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സെയിം ടോൺ തന്നെയാണ്. ടാസിൽസും വരുന്നത്, എൻഡിൽ വരുന്ന ടാസിൽസും സെയിം ടോൺ തന്നെയാണ്. റണ്ണിങ് പല്ലു ഒരു ലൈറ്റ് ടെർക്കോയ്സ് ബ്ലൂ എന്ന് പറയാം നമുക്ക്. ഈ ഷെയ്ഡ് ടെർക്കോയ്സ് ബ്ലൂവിൻ്റെ ഒരു ടോണായിട്ടാണ് വരുന്നത് സാരി. ട്രയാങ്കിൾ മോട്ടീവ്സിൽ ഫുൾ എംബ്രോയിഡറി വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. അടുത്ത കളർ വരുന്നത് വീണ്ടും ചിക്കു തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ചിക്കുയിലും ത്രൂ ഔട്ട് ദ ബോഡി സർക്കുലർ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ കട്ട് വർക്ക് പാറ്റേണിലാണ് പല്ലു വരുന്നത്. പൈപ്പിംഗ് ആണ് സാരിയുടെ എഡ്ജിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതായിരിക്കും വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക. ക്ലോസർ ഏരിയയിൽ കളർ ഏതാ കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ലോങ്ങർ വ്യൂവിൽ ഉള്ളതാണ് എക്സാക്റ്റ് കളറ്. ഇങ്ങനെ വരിക ഫുൾ സാരി. മുന്താണിയിൽ വരുമ്പം കട്ട് വർക്കിലായിരിക്കും സാരിയുടെ പല്ല് വരുന്നത്. ഈ ഒരു സർക്കുലർ മോട്ടീവ്സിൻ്റെ മിഡിൽ വരുമ്പോൾ കട്ട് വർക്ക് ഡിസൈൻസ് ആയിരിക്കും. ഡാർക്ക് ചിക്കു ഷെയ്ഡിലാണ് ടാസിൽസ് വരുന്നത്. ഇതിൽ ഫുൾ ബോഡി എംബ്രോയിഡറിയിൽ ജോമെട്രിക്കൽ പാറ്റേണിൽ ട്രയാങ്കിൾ മോട്ടീവ്സിലാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സാരിക്ക്.